ഈ വീഡിയോയിൽ നമ്മൾ ഡിസൈൻ ആൻഡ് അനാലിസിസ് ഓഫ് അൽഗോരിതത്തിലെ റിക്കർഷൻ ട്രീ മെത്തേഡാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ നോക്കുക. ടി ഓഫ് എൻ ഈക്വൽ ടു 3 T(n)/3 ഇവിടെ ടി ഓഫ് എൻ ബൈ 3 എന്ന് പറയുന്നതാണ് എന്ത്, നമ്മുടെ റിക്കർസീവ് പാർട്ട് എന്ന് നമ്മൾ പറയുന്നത്. അത് 3 ടൈംസ് ഉണ്ട്. അതാണ് 3 T(n)/3 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി CN എന്ന് പറയുന്നതാണ് നമ്മൾ റൂട്ട് നോഡായിട്ട് എടുക്കുക. ഇതൊരു ട്രീ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ, ഒരു ട്രീയുടെ സ്ട്രക്ചറോട് എന്താണല്ലോ ഉണ്ടാവും. അപ്പോൾ അവിടുത്തെ റൂട്ട് നോഡ്, അതായത് CN ആയിരിക്കും റൂട്ട് നോഡായിട്ട് നമ്മൾ എടുക്കുക. ഇനി ഈ CNന് 3 പാർട്ട് ഉണ്ടാവും. എന്ത്, T(n)/3 എന്ന് പറയുന്ന 3 പാർട്ട് ഉണ്ടായിരിക്കും. അതാണ് നമ്മളിവിടെ വരച്ചിരിക്കുന്നത്. CNന്ന് 3 ബ്രാഞ്ചസ് പോകുന്നുണ്ട്. T(n)/3, T(n)/3 ആൻഡ് T(n)/3. ഇനി ഈ ഓരോ T(n)/3യും 3 തവണ T(n)/3 വന്നിട്ടുണ്ടാവും. T(n)/3 തന്നെയാണ് നമ്മൾ CN/3 എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഇവിടെ നോക്കുക. നമ്മുടെ ഐട്രേഷൻ മെത്തേഡിൽ നമ്മൾ ചെയ്ത പോലെ തന്നെ T(n)/3 എന്ന് പറയുന്നതിൻ്റെ ഈ ഫസ്റ്റ്, അതായത് ഈ T(n)/3യുടെ റൂട്ട്സ് വരുമ്പോഴത്തേക്കിനും നമ്മൾ അതിൻ്റെ ഫസ്റ്റത്തെ ഐട്രേഷൻ വെച്ച് വരുമ്പോൾ എന്ത് വരും, 3T(n)/3² പ്ലസ് C(n)/3. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലേ, n വരുന്നതിനെല്ലാം നമ്മൾ ചെയ്യുന്ന ആ ഒരു /3 അല്ലെങ്കിൽ /2 ആണെങ്കിൽ /2 അതോടെ വന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് മനസ്സിലായി n/3² ആണ് വരുന്നത്. അപ്പം ഇതിൻ്റെ ഓരോ ബ്രാഞ്ചിലും എന്ത് വരും, T(n)/3². അതുതന്നെയാണ് CN/3² എന്ന് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ ഈ 3 ബ്രാഞ്ചിലെയും 3 ബ്രാഞ്ചായിട്ട് അത് റിപ്പീറ്റായിട്ട് അവിടെ വരും. ഇനി അതിനും എന്തുണ്ടാവും, 3 സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ടാവും. അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുമായിരിക്കും. അപ്പോൾ അതെല്ലാം നമ്മൾ എഴുതുന്നില്ല. അപ്പോൾ അത് കണ്ടിന്യൂസ്ലി പൊക്കോണ്ടിരിക്കുമ്പം നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പ് എഴുതുമ്പോഴത്തേക്കും നമുക്ക് വീണ്ടും മനസ്സിലാവും, ഈ n/3² എന്നുള്ളത് ഇവിടെ ക്യൂബ് ആവുന്നുണ്ട്, CN/3 എന്നുള്ളതും 3² ആവുന്നുണ്ട്. അപ്പോൾ ഇതെന്തായി മാറും, n/3k, n/3k, n/3k. ഇതും ഇങ്ങനെ ഇവിടെ എല്ലായിടത്തും ഉള്ളതാണ്. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പൊക്കോണ്ടിരിക്കും. അതായത് ഇത്രയേ ഉള്ളൂ. ഈ പ്ലേസിലെല്ലാം വരുന്നത് CN/3² ആയിരിക്കും. T(n)/3യുടെ ചൈൽഡ് നോഡായിട്ടായിരിക്കും അത് വരുന്നത്. T(n)/3ക്ക് 3 ചൈൽഡ് നോഡ് ഉണ്ടായിരിക്കും. അതെന്തായിട്ട് നമ്മൾ എഴുതുന്നു, CN/3² ആയിട്ട് നമ്മൾ എഴുതുന്നു. ഒന്നുകൂടെ നോക്കുക. ഫസ്റ്റ് ലെവലിൽ C(n) അല്ലെങ്കിൽ T(n), സെക്കൻഡ് ലെവലിൽ T(n)/3, തേർഡ് ലെവൽ വരുമ്പോഴത്തേക്കിനും T(n)/3², അങ്ങനെ ലാസ്റ്റ് പോകുമ്പോഴത്തേക്കിനും എന്ത് വരും, T(n)/3k. ഇനി നമ്മൾ ഈ ഓരോ നോട്ട്സിൻ്റെയും സം എടുക്കണം. CN, ഇതിൻ്റെ സം എന്ത് വരും, CN തന്നെയായിരിക്കും വരുന്നത്. സെക്കൻഡ് ലെവലിൽ TN/3 അല്ലെങ്കിൽ CN/3 എന്ന് പറയുന്നത് 3 ടൈംസ് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സമ്മും CN. നെക്സ്റ്റ് ലെവലിലെയും CN തന്നെയാണ്. അങ്ങനെ ലാസ്റ്റ് ലെവൽ വരുമ്പോഴത്തേക്കും നമ്മൾ എന്തെടുക്കും, ലാസ്റ്റ് ലെവൽ നമ്മൾ എങ്ങനെ അസ്യൂം ചെയ്യും, n/3k = 1. ലാസ്റ്റ് ലെവലിൽ n/3k = 1 എന്ന് പറഞ്ഞായിരിക്കും നമ്മൾ അസ്യൂം ചെയ്യുക. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് എന്ത് കിട്ടും, 3k എന്ന് പറയുന്നത് n ആണെന്ന് നമുക്ക് കിട്ടും. അപ്പോൾ kയുടെ വാല്യൂ എന്ത് വരും, log n⁻3. ഇതായിരിക്കും നമുക്ക് kക്ക് കിട്ടുന്ന വാല്യൂ. കാരണം എന്താണ്, നമ്മൾ ഈ ലാസ്റ്റ് ലെവലിൽ n/3k = 1 എന്ന് എടുക്കുന്നു. അവിടെ നിന്ന് നമുക്ക് n-ൻ്റെ വാല്യൂ 3k എന്ന് കിട്ടുന്നു. അപ്പോൾ kയുടെ വാല്യൂ നമ്മൾ ലോഗരിതം വെച്ച്, നമ്മളെല്ലാത്തിലും അങ്ങനെയൊക്കെ തന്നെയാണല്ലോ ചെയ്യുന്നത്, ലോഗരിതം വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നു, log n⁻3 എന്ന് നമുക്ക് വാല്യൂ കിട്ടും. അപ്പോൾ എന്ത് സംഭവിക്കും, ഇവിടെയുള്ള എല്ലാ വാല്യൂസും, അതായത് ഈ T(n)/3 ഈ വാല്യൂസ് എല്ലാം 1 ആയിട്ട് വരും. ഇതെല്ലാം T(1) ആയിട്ട് നമ്മൾ എടുക്കും. ക്ലിയർ അല്ലേ? അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും, ഈ ഫസ്റ്റ് 3 ലെവലിലെ സം CN ആണ്. അപ്പം ഈ ലെവലിലെയും സമ്മ് CN തന്നെ ആയിരിക്കും. ഇനി നമ്മുടെ ഈ കിട്ടിയേക്കുന്ന ഈ CN ഇതെല്ലാം നമ്മൾ എത്ര ടൈംസ് ഉണ്ടോ അത്രയും തവണ കാൽക്കുലേറ്റ് ചെയ്യണം. അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഫസ്റ്റ് ലെവലിൽ T(n), സെക്കൻഡ് ലെവൽ വരുമ്പോഴത്തേക്കിനും n/3, അങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്ത് പോകുന്നത്. ഈ ലെവലിൽ T(n)/3², ലാസ്റ്റ് ലെവൽ എന്ത് വരും, T(n)/3k. ക്ലിയർ? അപ്പോൾ അങ്ങനെ നോക്കി പോകുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാവും, k+1 ലെവൽ ഉണ്ടായിരിക്കും. അതായത് നമ്മുടെ ഈ ഒരു ഗ്രാഫിന്, ഈ ഒരു ട്രീക്ക് k+1 ലെവൽസ് ഉണ്ടായിരിക്കും.
അപ്പോൾ നമ്മൾ ടൈം കോംപ്ലക്സിറ്റി എന്തായിട്ട് എടുക്കുകയാണ്? ടി ഓഫ് എൻ ഈക്വൽ ടു കെ പ്ലസ് 1 ഇൻറ്റു സി എൻ. ഇങ്ങനെ നമ്മൾ ടൈം കോംപ്ലക്സിറ്റി അസ്യൂം ചെയ്യും. ഇവിടുന്ന് നമ്മൾ കെയുടെ വാല്യൂ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടല്ലേ, log n to the base 3. അപ്പോൾ നമ്മൾ എന്തെഴുതും? log n to the base 3 പ്ലസ് 1 ഇൻറ്റു സി എൻ. ഇതിനെ റീഅറേഞ്ച് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? സി എൻ log n പ്ലസ് സി എൻ. ഈ പറയുന്നതിനെ നമ്മൾ ബിഗ് ഒ നൊട്ടേഷനിലേക്ക് റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്തെന്ന് കിട്ടും? ബിഗ് ഒ ഓഫ് n log n. അപ്പോൾ ഇതാണ് നമുക്ക് ഫൈനലി കിട്ടുന്ന ആൻസർ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു റിക്കർഷൻ ട്രീ മെത്തേഡ് ചെയ്യുന്നത്. കുറേ എക്സാമ്പിൾ ഉണ്ട്. ഇനി ഇതേപോലത്തെ എക്സാമ്പിൾ സോൾവ് ചെയ്യുന്ന വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.